കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണ്ടെ കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഭയങ്കര സന്തോഷത്തോടുകൂട്ട് സരു ഹോസ്പിറ്റലിലേക്ക് എത്തുവാണ്. ഈ സമയത്താണ് ബോഡി അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അവിടെ നിന്ന് രണ്ട് ചേച്ചിമാരോട് ചോദിച്ചു, അല്ല ആരാ മരിച്ചെന്ന് ചോദിക്കുകയാണ്. ഒരു സ്ത്രീയാ മരിച്ചേ, അവരുടെ പേരോ മറ്ററിയാവോ? താരേന്നാന്ന് പറയാണ്. എന്റെ ദൈവമേ, താരയാണോ മരിച്ചേ? അപ്പൊ താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടന്നിരിക്കുന്നു. വിക്രം അവരെ ഇല്ലാതാക്കിയിരിക്കുന്നു. അങ്ങനെ സന്തോഷത്തോടെ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴാണ് താരയുടെ കൈയും പിടിച്ച് കല്യാണി എന്നോട് നടക്കുന്നുണ്ട്. ഒരു നിമിഷം ഞെട്ടിപ്പോയി സരു. മുന്നോട്ട് വെച്ച കാല് പുറകോട്ട് വെക്കണോ അതോ മുന്നോട്ട് വെക്കണോ എന്നറിയത്തില്ലാത്ത ഒരവസ്ഥ. ആ സമയം സരുവും കല്യാണിയും കൂടെ നേർക്കുനേരെ നോക്കുവാണ്. പെട്ടെന്നാണെങ്കിൽ സരുവിന് ആകെപ്പാടെ ടെൻഷനായിപ്പോയി. പിന്നീട് സരു ധൈര്യം സംഭരിച്ച് അതിലൂടെ അങ്ങോട്ട് പോവാണ്. അപ്പോഴേക്കും കല്യാണി വിളിച്ചു, അവിടെ നിന്ന് നിന്നേന്ന് പറയാണ്. അല്ല നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അത് നിന്റെ അച്ഛനെ കാണാനെന്ന് കല്യാണി പറയാം. ഓ, എന്റെ അച്ഛനോട് നിനക്കിപ്പൊ ഇത്രയ്ക്ക് സ്നേഹമാണോ? ഈയിടെയായിട്ട് ഇത്ര സ്നേഹം കൂടിയിട്ടുണ്ടല്ലോ. സ്നേഹം കൂടി കഴിഞ്ഞപ്പോഴത്തേനും നീ എന്റെ ആംഗളനെ വെച്ച് കളിക്കാൻ തുടങ്ങിയല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടുകഴിഞ്ഞപ്പോ സരയു ഒന്നും അറിയത്തില്ലാത്ത മട്ടി ചോദിച്ചു, എന്താടി നീ എന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കാം. നിനക്കൊന്നും മനസ്സിലായില്ലല്ലേ? എല്ലാം നിനക്ക് വഴിയേ മനസ്സിലായിക്കോളും. സ്വന്തം അമ്മേനെ നീ ഒന്ന് കാണാൻ വന്നായിരുന്നു, എന്നിട്ട് കഴുത്ത് ഞെരിച്ച് കൊല്ലാനും ശ്രമിച്ചു. ഇനിയിപ്പൊ ആരെ കൊല്ലാനായിട്ടാ നീ ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുന്നേ? വീണ്ടും കൊല്ലാനുള്ള പുറപ്പാടാണെങ്കിൽ ജീവനോടെ നീ ഇവിടുന്ന് തിരികെ പോവില്ല. അങ്ങനെ ഒരുത്തം വന്നിട്ടുണ്ടായിരുന്നു, എന്റെ ആംഗ്ലയെന്ന് പറയുന്നവന്. അവനെ നന്നായിട്ട് പഞ്ഞിക്കിട്ടിട്ടുണ്ട് കിരണേട്ടൻ. അവനാണ്ടേ ഇപ്പൊ അവിടെ അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. നീ ഒന്ന് പോയി കാണാൻ പറയാണ്. ഇത് കേട്ടതും സരി പറഞ്ഞു, ഇപ്പൊ ഞാനെന്ത് ചെയ്യണം? നീ എന്ത് ചെയ്യണമെന്നോ? എല്ലാത്തിനും പിന്നെ നീയാന്നറിയാം. അവനെ പറഞ്ഞു വിട്ടതും നീയാന്നറിയാം. അതുകൊണ്ട് നീ തന്നെ പോയി കാണ്. ഇനി അടുത്ത ആ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ നിനക്കായിരിക്കും. പക്ഷെ നീ ഇങ്ങനെ കിടക്കില്ല. അതിനു മുമ്പ് തന്നെ നീ മുകളിലേക്ക് പോകുന്നു പറയാം. ഇത് കേട്ടതും സരു ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് വിക്രം കിടന്ന് മുറിയിലേക്ക് ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം കിടന്ന് ഭയങ്കര മയക്കത്തിലായിരുന്നു. കോളിംഗ് ബെൽ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ചാടി എഴുന്നേക്കുവാണ്. സരു കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു, ആ ഡോറ് ചാരാൻ പറയാണ്. പിന്നീട് വിക്രം പറഞ്ഞു, എന്റെ അവസ്ഥ കണ്ടോന്ന് ചോദിക്കാം. സരു ചോദിച്ചു, നിനക്ക് ഇതിനൊന്നും പറ്റില്ലായിരുന്നെങ്കിൽ പിന്നെ നീ എന്തിനാടാ ഇതിന് ഇറങ്ങി തിരിച്ചേ? നിനക്ക് പറ്റില്ല എന്നുള്ള കാര്യം ആദ്യം പറഞ്ഞാൽ പോരായിരുന്നോ? ഞാൻ ആരെ കൊണ്ടേലും ചെയ്യിക്കില്ലായിരുന്നു ചോദിക്കാം. ദേ സരയോ, നീ ഇങ്ങനൊന്നും പറയല്ലേ, ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. കാര്യം എന്താന്ന് അറിഞ്ഞിട്ട് നീ കിടന്ന് പറ. ഞാന് ആ സ്ത്രീയെ ഇല്ലാതാക്കാൻ ചെന്നതാ. പക്ഷേങ്കില് അവരുടെ റൂമില് ആ കിരൺ എന്ത് ചെയ്തു? പൊതച്ചു മൂടി കിടന്നു. ആ താരെന്ന് പറയുന്ന സ്ത്രീ അവിടുന്ന് മാറ്റിയിട്ട് അവസാനം കഴുത്ത് ഞെരിച്ച് ഞാൻ കൊല്ലാണ്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനുമാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കുന്നത്, അത് കിരണ എന്നുള്ള കാര്യം. അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ആ താരെന്ന് പറയുന്ന സ്ത്രീ ഈ ഭൂമിയിൽ പോലും ജീവിച്ചിരിക്കില്ലായിരുന്നു പറയാം. എല്ലാവരുടെ നാടകമായിരുന്നു പറയാം. അത് കേട്ടപ്പോ സരയു പറഞ്ഞു, അല്ല നിന്നെ ആ റൂമിന് വെളിയിൽ വെച്ച് കിരണും കല്യാണി കണ്ടായിരുന്നല്ലോ, അവർക്ക് സംശയം തോന്നി. അതുകൊണ്ടാണ് അവരിങ്ങനെ ഡ്രാമ പ്ലാൻ ചെയ്തതെന്ന് പറയാം. എന്നാലും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയാം. ഇനിയിപ്പം താരയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അവരെ ഇനിയിപ്പം നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പോട്ടെ, ഇനിയിപ്പൊ ആ കാര്യം നമുക്ക് പെൻഡിങ് വെക്കാം. പക്ഷെ ആ കല്യാണിയുടെയും കിരണിന്റെയും കാര്യം, ആ കാര്യത്തില് നിനക്കൊരു കോംപ്രമൈസും ഉണ്ടാവില്ലെന്ന് പറയാണ്. ഇല്ല, ഇനിയിപ്പൊ സരയു നീ പറഞ്ഞില്ലേ പോലും എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാം. എന്റെ കാരണത്തും അടിച്ച് അതുപോലെ തന്നെ എന്നെ ചുരുട്ടി കൂട്ടിയതാ. എന്റെ ദേഹം ആസകല വേദനയാ, എല്ലാം നുറുങ്ങുന്ന വേദനയാ. ആ വേദന സമ്മാനിച്ച കിരണയും കല്യാണിയും എനിക്ക് ഒരിക്കലും മറക്കാനായിട്ട് പറ്റില്ല. കണ്ടു, അവരുടെ തള്ളേനെ കൊണ്ട് ഇവർ രണ്ടത്തിന്റെ ബലിച്ചോറ് ഞാൻ ഉണ്ണിക്കും. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നടത്താനായിട്ട് പോകുന്നത്. ഈ വിക്രം ആരാന്ന് ശരിക്കും മനസ്സിലായിട്ടില്ല. വിക്രം ആരാന്നുള്ള കാര്യം ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയാണ്. ആ സമയം കാദംബരി പ്രസവവേദനയുടെ പൊളയുവാണ്. കാദംബരിനെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോവാണ്. രതീഷ് ആ പാടെ അസ്വസ്ഥനായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് അവിടെ. കാരണം രതീഷിന് ആ പാ ടെൻഷനാ. എന്തായി തീരും, എങ്ങനെയായി തീരും. കാദംബരിയുടെ കരച്ചിലായിരുന്നു ചെവി കേട്ടോണ്ടിരുന്നത്. പിന്നീട് കല്യാണി താരുടെ അടുത്ത് നിൽക്കുകയാണ്. അപ്പൊ താരെ സംസാരിച്ചു വയ്ക്കുന്ന സമയത്ത് കോളിംബിൽ അടിച്ച് നോയി കഴിഞ്ഞപ്പോഴത്തേനും കാര്യം വരുന്ന രതീഷാണ്. ആഹാ, രതീഷേട്ടനോ? എങ്ങനെയുണ്ട് ആന്റിക്ക് കുറവുണ്ടോന്ന് ചോദിക്കുക. കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ ആൾ ഓക്കെ ആയിട്ട് വരുവാന്ന് പറയാ. അല്ല എന്താ രതീഷേട്ടാ? അത് കാദംബരിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് തന്നെ മിക്കവാറും പ്രസവം കാണുമെന്ന് പറയണം. ആണോ? ആഹാ, അതെ. ഇനിയിപ്പം കുറച്ച് സമയം കൂടെ കഴിയുമ്പത്തേനും ആകുമായിരിക്കും എന്ന് പറയണ. അല്ല വേറെ കുഴപ്പമൊന്നുമില്ല ആന്റിക്കില്ലെന്ന് ചോദിക്കണേ. പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അങ്ങേരിവിടെ കിടപ്പുണ്ടല്ലോ, ആ പ്രകാശൻ എന്ന് പറയുന്നതിന്. ഞാൻ അങ്ങോട്ടേക്ക് പോയി പോലും ഇല്ല കല്യാണി. അതിന്റെ കാര്യമില്ലാന്ന് എനിക്ക് തോന്നി. എത്രയാന്ന് പറഞ്ഞാലും ഒരച്ഛൻ എന്നുള്ള പരിഗണന, ഇത് ഒരമ്മായച്ചൻ എന്നുള്ള പരിഗണന മുമ്പ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനത്തെ ഒന്നുമില്ല. കാരണം എന്താണെന്നറിയോ? അയാളുടെ ദുഷ്ടത്തരങ്ങൾ തന്നെ അതിന് കാരണം എന്ന് പറയാണ്. പിന്നീട് കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്നിട്ടാണ്
രതീഷ് അങ്ങോട്ട് പോകാൻ തുടങ്ങുന്നത്. രതീഷ് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലട്ടെ, അവിടെ ആരും ഇല്ലാന്ന് പറയാണ്. ഇത് കേട്ടതും കല്യാണി പറഞ്ഞ് എന്തെങ്കിലും ആവശ്യമുണ്ടെ വന്നേക്കണം, അല്ലെ കുറച്ച് കഴിയുമ്പോഴത്തേനും ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാം രതീഷ് ഏട്ടാന്ന് പറയാ. എന്നാ ശരി ആയിക്കോട്ടെ എന്ന് പറയാണ്. ആ സമയം കല്യാണിന്റെ ആ താരയോട് പറഞ്ഞു, ദേ ആ മനോഹറിനെ പോലെയുള്ള ഒരു ഫ്രോഡ് അവന് സരുവിന്റെ ജീവിതത്തിലേക്ക് വന്ന് എന്തുകൊണ്ടും നന്നായെന്ന് എനിക്ക് തോന്നുന്നേ ആന്റി. അതുകൊണ്ട് അവൾക്കിട്ടൊരു പണി കൊടുക്കാനായിട്ട് അവൻ മാത്രമേ പറ്റുള്ളൂ. ഇപ്പൊ നമ്മളെ കൊണ്ടൊന്നും ഇത്ര വലിയൊരു പണി കൊടുക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. കാരണം അവൾ ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള തിരിച്ചടിയായിട്ട് ആ ദൈവം മനോഹറിനെ അവൾക്ക് കൊടുത്തിരിക്കുന്നത്. അവസാനം അവൾ ആ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും അവൾ സ്വയം തകർന്നു പോയിക്കോളും. നമ്മളായിട്ട് ഇനി ഒരു കള ഒരുക്കണ്ടെന്ന് പറയാം. പക്ഷേങ്കിൽ ഇപ്പോഴും താരയ്ക്ക് സരുവിനോട് സോഫ്റ്റ് കോർണറാ. സ്വന്തം മോളല്ലേ, എത്രയാന്ന് പറഞ്ഞാലും അത് അങ്ങനെ അല്ലാതെ ആവത്തില്ലല്ലോ. പിന്നീട് കല്യാണി പറഞ്ഞു, ആന്റി ഇനിയിപ്പോ അവളെ കുറിച്ച് ചിന്തിച്ച് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, എല്ലാം ശരിയാവുന്ന ഒരു ദിവസം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേങ്കിൽ അവൾ ഇനി ഇങ്ങനെ ഉപദ്രവിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അവളെ വെറുതെ വിടത്തില്ല ആന്റി. ഇത്രയും ദിവസം ആന്റിയുടെ മോളാണല്ലോ എന്നൊരു ചിന്ത കൊണ്ടാണ് വെറുതെ വിട്ടിരുന്നത്. പക്ഷെ ഇനി അവളെ വെറുതെ വിടത്തില്ലെന്ന് പറയാ. ഇനി ആന്റിക്ക് നേരെ ചെറുവില്ലനിക്കാല് അവളെ പൊളിച്ചെടുക്കുന്ന കാര്യം ഞാനും കിരണായിട്ടും ഏറ്റെന്ന് പറയാണ്. പിന്നീട് രതീഷ് ലേബർ റൂമിന്റെ അവിടെ ഇരിക്കുന്ന സമയത്താണ് ഭാനുമതിയമ്മ കയറി വരുന്നത്. ആഹാ മോനെ രതീഷേ, നീ എന്താടാ? ഇത് കേട്ടപ്പോ രതീഷ് ചോദിച്ചു, അല്ല എങ്ങനെയുണ്ട് എന്റെ അമ്മായിച്ചനും? എന്ത് ചെയ്യാനാടാ മോനെ? പണത്തിന് പണം തന്നെ വേണ്ടേ? ഞാൻ ഓരോ സ്ഥലങ്ങളും തെണ്ടാനായിട്ട് ഇറങ്ങിപ്പോയതാ. അവനക്ക് ഇനി എന്ന് പോകാൻ പറ്റുമെന്നും അറിയത്തില്ല എന്ന് പറയണേ. അത് കയ്യിരിപ്പോട്ട് സംഭവിച്ചു പോയതല്ലേ, അല്ലാതൊന്നും അല്ലല്ലോ. ആദ്യ ഭാര്യനെ വീണ്ടും കെട്ടാനായിട്ട് ശ്രമിച്ചു. എന്തൊക്കെ അഹങ്കാരമായിരുന്നു, കണ്ട മൈൻഡ് പോലും ചെയ്യത്തില്ലായിരുന്നു. ഇപ്പൊ എന്ത് പറ്റി തെണ്ടാനിറങ്ങി നടക്കണേ? അത്രയും വരെ ഗതിയായില്ലെന്ന് ചോദിക്കാം. എന്ത് ചെയ്യാനാ, എല്ലാരും കൂടെ ചതിച്ചാ മോനെ അവനെന്ന് പറയാ. വേണ്ട വേണ്ട, ഇനി കൂടുതലൊന്നും പറയണ്ട. എന്റെ അമ്മായച്ചന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം. അയാൾ ചെയ്ത സ്വഭാവങ്ങളൊക്കെ മുമ്പ് ഞാനും കുറച്ച് തരികിട പണി കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതെന്നെ അറിവില്ലായ്മ കൊണ്ടാ. പക്ഷെ അതിനുശേഷം എനിക്കിതൊക്കെ എല്ലാ കാര്യങ്ങളും എന്നെ നോക്കി എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തന്ന കിരണും കല്യാണിയും വാ. എന്റെ അഹങ്കാരം കൊണ്ട് എന്റെ ഇലക്ട്രിസിറ്റി ഓഫീസിലെ ജോലി വരെ പോയത്. പക്ഷെ അതിനുശേഷം ഇന്ന് ഈ നിലയിൽ ഞാൻ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ആരെന്നറിയോ? അമ്മയുടെ കൊച്ചുമോള് കല്യാണിക്കാന്ന് പറയാം. ഇത് കേട്ടതും ഭാനുമതി അമ്മയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഭാനുമതിയും മനസ്സിൽ ദേഷ്യം കൊണ്ട് പറയാം, നീ മുടിഞ്ഞു പോകത്തുള്ള ഒരിക്കലും നന്നാവത്തില്ല എന്നുള്ള കാര്യം. പിന്നീട് ചോദിച്ചു, അല്ല മോനെ അച്ഛനെ കാണാൻ വന്നാണെന്ന്. പിന്നെ അങ്ങനെ കാണാൻ ഞാൻ ഇതിന് വരണം. എന്റെ ഭാര്യനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് പ്രസവത്തിനായിട്ട്. ആര്? കാദംബരി മോളയോ? അയ്യോ കൊള്ള, എന്റെ ഭഗവാനെ, നല്ലൊരു ആൺകുഞ്ഞിനെ പ്രസവിക്കട്ടെ. ഇത് കേട്ടാൻ രതീഷിന്റെ മുഖം അങ്ങോട്ട് മാറി. ആൺകുഞ്ഞിനെയോ? നിങ്ങൾ എന്താ തള്ള ഇങ്ങനെയൊക്കെ പറയണേ? ആൺകുഞ്ഞുങ്ങളോടുള്ള പൂതി നിങ്ങളുടെ ഇതിലായിട്ടും തീർന്നില്ലേ? പെണ്ണാണെ എന്താ കുഴപ്പമിരിക്കണേ? ഓ, ആണ് വേണം തരം നിർബന്ധമായിരിക്കും. എന്നിട്ടിപ്പൊ എന്ത് പറ്റി? നിങ്ങളുടെ ആ രാജാവിന്റെ മോനൊന്നും കൊണ്ടേ കൊടുക്കുന്നില്ലായിരിക്കില്ലേ? വലിയ ആൺകുഞ്ഞു വേണമെന്ന് പറഞ്ഞിരുന്നിട്ട് ആണിപ്പം കൊണ്ട് സഹായിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഈ വയസ്സനാം കാലത്ത് തെണ്ടേണ്ട വന്നില്ലേ? അവൻ നല്ലവനാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ നാട് നീളെ തെണ്ടേണ്ട കാര്യം വരുമായിരുന്നോ? പക്ഷെ ആ കല്യാണി ആയിരുന്നെങ്കിൽ ഇപ്പൊ നിങ്ങളെ പൊന്നു പോലെ നോക്കിയാനോ. കല്യാണിക്ക് അതിനുള്ള ഇത് കാര്യവ്യാപ്തിയും കഴിവൊക്കെ ഉണ്ട്. എന്തുകൊണ്ടും പെണ്ണുങ്ങൾക്കാണ് മനസ്സലിവ് കൂടുതൽ. അതെന്തുകൊണ്ടാ തളെ നിങ്ങൾ മനസ്സിലാക്കാത്തെന്ന് ചോദിക്കുക. നിങ്ങൾക്ക് എത്ര കിട്ടിയാലും പഠിക്കില്ലല്ലേ? അവരുടെ ഒരു ആൺകുഞ്ഞ്, എനിക്ക് ആണാണെങ്കിലും കൊള്ളാം പെണ്ണാണെങ്കിലും കൊള്ളാം, കടന്നു പോയിക്കോളാം എന്റെ മുന്നിൽ നിന്ന് പറയണം. അല്ല മോനെ രതീഷ, ഞാൻ കൂടെ ഒന്നും പറയണ്ടെന്ന് പറയും. ഈ സമയത്ത് നിന്നെ കണ്ടാൽ നന്നായിട്ടോ. എന്തേലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഈ മുത്തശ്ശിനെ വിളിക്കണം കേട്ടോ. ഞാൻ ഓടി വരും. അവളുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ആരെങ്കിലും ഒക്കെ വേണ്ടേന്ന് ചോദിക്കുക. വേണ്ട വേണ്ട, നിങ്ങളിപ്പോ തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് പോയി തന്നാ മതി എന്ന് പറയണ. അങ്ങനെ ഭാനുമതിയമ്മ നേരെ മുറിയിലേക്ക് ചെല്ലുമ്പോഴത്തേനും പ്രകാശൻ ആലോചിച്ചുകൊണ്ട് എടുക്കുക. ഭാനുമതിയമ്മ പറഞ്ഞു, എടാ പ്രകാശ, ഇന്ന് മിക്കവാറും ഡിസ്ചാർജ് ആവുമെന്ന് പറയാം നമ്മളിവിടുന്ന്. ഇത് കേട്ടത് പ്രകാശം പറഞ്ഞു, കുറെ പൈസ ആവുമായിരിക്കില്ലേ? എങ്ങനെ പൈസയൊക്കെ അടയ്ക്കുമെന്ന് ചോദിക്കാം. എന്തേലും ചെയ്യാം, കുറച്ച് പൈസ കടം പറയാം, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ? അമ്മ കടം പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ വിടുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലാതെ പിന്നെ എന്തെങ്കിലും ഇവിടെ കിടക്കാനാണോ? അത് വല്ലതും നടക്കുന്ന കാര്യമാണോ? പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ രതീഷിനെ കണ്ടായിരുന്നു. എന്നിട്ടോ? അതെ, നിന്റെ മകളുണ്ടല്ലോ കാദംബരി, അവളെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് പ്രസവത്തിനായിട്ട്. ഞാൻ അവനോട് പറഞ്ഞു ഒരു ആൺകുഞ്ഞിനെ തന്നെ ദൈവം തരട്ടേന്ന്. ഇത് കേട്ടപ്പോ പ്രകാശം പറഞ്ഞു, അത് ശരിയാ, ഒരാൺകുഞ്ഞിനെ തന്നെ ആയിരിക്കണം അവൻ പ്രസവിക്കേണ്ടത്. ഇങ്ങനെ ഞാനൊന്ന് പറഞ്ഞേന് അവൻ എന്നെ കൊന്നില്ലെന്നുള്ളൂ എന്ന് ഭാനുമതിയമ്മ പറയാണ്. എടാ പ്രകാശ, നമ്മൾ കളം മാറ്റി ചവിട്ടേണ്ടിയിരിക്കുന്നു. നീ ഒന്ന് ഓർത്തു വയ്ക്കേ. ആൺകുഞ്ഞ് വേണമെന്ന് പറഞ്ഞ് നീ ഇത്ര വാശി പിടിക്കുന്നുണ്ട്. എടാ, ഒരാൺതരി ഉണ്ടായിട്ട് എന്തെങ്കിലും പ്രയോജനം നിനക്കുണ്ടായിട്ടുണ്ടോ? ഒരു 5 രൂപയുടെ പ്രയോജനം ഇന്ന് വരെ അവനെ കൊണ്ട് ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോഴീ അവസ്ഥയെ കിടക്കുന്നു. പ്രായമായി ഞാൻ വഴുതിയുടെ തെണ്ടിയെ നിന്നെ നോക്കുന്നേ. പക്ഷെ നിന്റെ മോനില്ലേ, അവനെ തിന്ന് സൂചിച്ച് നടക്കുക. അവൻ ഇത് വല്ല അറിയണോ? ഇത് ഈ സ്ഥാനത്ത് ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ നിന്നെ പൊന്നു പോലെ നോക്കിയാനടാന്ന് പറയാണ്. പ്രകാശൻ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് പ്രകാശനോട് ഒരു കാര്യം ചെയ്യാം, ഇത് കഴിയുമ്പോൾ നമുക്ക് നേരെ കാദംബരിയുടെ വീട്ടിലേക്ക് പോവാം. നേരത്തെ ഞാൻ അവിടെ പോയപ്പോൾ ഒന്ന് കണ്ടായിരുന്നു. അത്യാവശ്യം സൗകര്യങ്ങളെല്ലാം ഉള്ള വീടാ, നമുക്ക് അവിടെ പോയി താമസിക്കാന്ന് പറയാം.
പോമേ, എനിക്ക് വയ്യ അവിടെ പോയി നാണം കിടാനായിട്ട്. എടാ, നാട്ടുകാരുടെ മുന്നിൽ നാണം കിടന്നേക്കാളും ഭേദമല്ലേടാ കടത്തിണ്ണെ കിടക്കുന്നേക്കാളും ഭേദമാ ഇനിയിപ്പോ കാദംബരിയുടെ രതീഷിന്റെ ആട്ടും തുപ്പും കേട്ടാണെങ്കിലും അവിടെ പോയി കൂടുന്നേ. ഞാൻ നോക്കിയിട്ട് അത് മാത്രം ഒരു മാർഗമുള്ളെന്ന് പറയാണ്. പിന്നീട് രതീഷ് ലേബർ റൂമിന്റെ അവിടെ നിൽക്കുന്ന സമയത്ത് കല്യാണി അങ്ങോട്ടേക്ക് വരുവാണ്. എന്തായി രതീഷേട്ട കാര്യം? ഒന്നുമായിട്ടുള്ള ഇതിലായിട്ട് അവരൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയാം. പിന്നെ മുമ്പ് ഞാൻ കല്യാണിയുടെ അമ്മൂമ്മനെ കണ്ടായിരുന്നു. എന്നിട്ടോ അവർക്ക് ആൺകുഞ്ഞ് വേണമെന്ന് പോലും ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കാൻ പോണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് രതീഷേട്ടൻ എന്ത് പറഞ്ഞു? പിന്നെ ഞാൻ നല്ലത് കൊടുത്താ വിട്ടേക്കുന്നേ എന്ന് പറയാണ്. അത് നല്ല കാര്യം. ഇപ്പോഴും അവർക്ക് അവരുടെ ആൺകുഞ്ഞുങ്ങളോടുള്ള ബൂതി തീർന്നിട്ടില്ലെന്നാ തോന്നേ എന്ന് പറയാണ്. അപ്പോഴേക്കും കിരൺ അങ്ങോട്ട് വന്നു. നീ എന്താ കല്യാണി ഇവിടെ വന്നിരിക്കുന്നേ? അത് പിന്നെ ഞാൻ ഇപ്പോഴും വന്നോളൂ. ദേ, താരാൻറ്റി തന്നെ എവിടെ ഉള്ളെന്ന് അറിയാലോ. താരാൻറ്റിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാലോ? അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് പറയാ. ഞാന് മുറി പുറത്തുനിന്ന് പൂട്ടിയിട്ടാ വന്നിരിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ജനനം നടക്കുമ്പോൾ അവിടെ മിക്കവാറും മരണം നടക്കും. അതുപോലത്തെ ഒരു അവസ്ഥയൊക്കെ കാര്യങ്ങളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാ ശരി, ഞാൻ അങ്ങോട്ട് പോയേക്കാന്ന് പറഞ്ഞ് കല്യാണി തിരിയാൻ തുടങ്ങുന്ന സമയത്താണ് നേഴ്സുമാർ അങ്ങോട്ട് വന്ന് പറയുന്നത്. അതെ, കാദംബരി പ്രസവിച്ചു കേട്ടോ എന്ന് പറയണം. ഇത് കേട്ടോ രതീഷിന് എന്തെന്നില്ലാത്ത സന്തോഷം. ഒരാൺകുട്ടീനെ പ്രസവിച്ചിരിക്കുന്നു പറയാ. രതീഷിനെ കണ്ണൊക്കെ നിറഞ്ഞൊഴുക്കി. ഇത് കേട്ടതും സരയു പറഞ്ഞു. ഇത് കേട്ടതും സരയുവല്ല കേട്ടോ, കല്യാണി പറഞ്ഞു. ഇതറിഞ്ഞു കഴിയുമ്പോഴത്തേനും ഈ പറയുന്ന ഞങ്ങളുടെ അമ്മൂമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ആൺകുഞ്ഞ് വേണമെന്നല്ല അവർ പറഞ്ഞിരുന്നേ. രതീഷ് പറഞ്ഞു. അത് ശരിയാ, അവരുടെ പ്രവചനം പോലെ നടന്നു. പക്ഷെ എനിക്കൊരു കാര്യം ഉണ്ടായിരുന്നു കല്യാണി. ആണായാലും കൊള്ളാം, പെണ്ണായാലും കൊള്ളാം, നല്ലൊരു കുഞ്ഞിനെ കിട്ടിയാൽ മാത്രം മതിയെന്നോ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളെന്ന് പറയാണ്. എന്നും പറഞ്ഞുകൊണ്ട് കണ്ണൊക്കെ നിറഞ്ഞൊഴുകുവാണ് രതീഷിന്റെ സന്തോഷം കൊണ്ടുള്ള. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. പിന്നീട് ഇനി ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരം വരാട്ടോ. അതുകൂടാതെ സേതുവിന്റെയും പല്ലവിയുടെയും ആദർശിന്റെ നയനയുടെയും ഗീതുവിന്റെയും ഗോവിന്ദന്റെ എല്ലാവരുടെയും വിശേഷങ്ങൾ ഇതിന് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.